പ്രകൃതിയിലെ ഔഷധരഹസ്യങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് തൊട്ടാൽ ചൊറിയുന്ന എന്നാൽ 90-ലധികം രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്ന കൊടിത്തൂവയെയാണ്. ഇതിനെ ആയുർവേദം ദുരാലഭ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ കൊടിത്തൂവ ഒരു പകരക്കാരനാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ദുരാലഭ എന്ന് വിശേഷിപ്പിക്കുന്നത് മുള്ളുകളുള്ള ധൻവയാസം എന്ന കുറ്റിച്ചെടിയെയാണ്. ലഭിക്കാൻ പ്രയാസമുള്ളത് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. പ്രധാനമായും രാജസ്ഥാൻ പോലുള്ള വരണ്ട മണലാരണ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ധൻവയാസം കേരളത്തിലെ കാലാവസ്ഥയിൽ സ്വാഭാവികമായി വളരാറില്ല. അതുകൊണ്ടുതന്നെ ധൻവയാസത്തിന് സമാനമായ ഔഷധഗുണങ്ങളുള്ള നമ്മുടെ നാട്ടിലെ കൊടിത്തൂവയെയാണ് കേരളത്തിലെ വൈദ്യന്മാർ കാലങ്ങളായി പകരമായി ഉപയോഗിച്ചുവരുന്നത്. ചുരുക്കത്തിൽ ഉത്തരേന്ത്യക്കാർക്ക് ധൻവയാസം എന്താണോ അതാണ് മലയാളിക്ക് നമ്മുടെ ഈ കൊടിത്തൂവ. സാധാരണ പനി മുതൽ വിട്ടുമാറാത്ത പനിവരെ ശമിപ്പിക്കാൻ കൊടിത്തൂവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ശരീരത്തിന്റെ ആന്തരിക താപനില ക്രമീകരിക്കുന്നതിനോടൊപ്പം പനിമൂലമുണ്ടാകുന്ന അസഹനീയമായ കൈകാൽ വേദനയും തളർച്ചയും മാറ്റാൻ ഇതിന്റെ വേര് ചേർത്ത കഷായങ്ങൾ സഹായിക്കുന്നു. ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ കൊടിത്തൂവയുടെ പങ്ക് വലുതാണ്. വിശപ്പില്ലായ്മ മാറ്റാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. പ്രത്യേകിച്ച് മൂലക്കുരു മൂലമുണ്ടാകുന്ന വേദന, വീക്കം, മലബന്ധം എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ കൊടിത്തൂവ ഒരു പ്രധാന ചേരുവയായി വരുന്ന ദുരാലഭാരിഷ്ടം ആയുർവേദത്തിൽ വ്യാപകമായി നിർദ്ദേശിക്കപ്പെടുന്നു. ഒരു മികച്ച ബ്ലഡ് പ്യൂരിഫയറാണ് കൊടിത്തൂവ. രക്തത്തിലെ ദോഷങ്ങളെ അകറ്റി ചർമ്മത്തിന് തിളക്കം നൽകാനും എക്സിമ, സോറിയാസിസ്, ചൊറിച്ചിൽ തുടങ്ങിയ രോഗങ്ങളെ വേരോടെ പിഴുതെറിയാനും ഇതിന് ശേഷിയുണ്ട്. ഹെർപ്പസ് പോലുള്ള വൈറൽ അണുബാധകളിൽ കൊടിത്തൂവയുടെ തണുപ്പ് നൽകുന്ന സ്വഭാവം വേദനയും നീറ്റലും കുറയ്ക്കുന്നു. വാതരക്തം അഥവാ ഗൗട്ട് രോഗികൾക്ക് കൊടിത്തൂവ ഒരു അനുഗ്രഹമാണ്. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാനും സന്ധികളിലെ വീക്കവും ചുവന്ന നിറവും മാറ്റാനും ഇതിലെ രാസഘടകങ്ങൾ സഹായിക്കുന്നു. അമിതമായ പിത്തദോഷം കാരണമുണ്ടാകുന്ന തലകറക്കം, ബോധക്കേട്, മാനസികമായ ആശയക്കുഴപ്പങ്ങൾ എന്നിവ മാറ്റാൻ കൊടിത്തൂവയുടെ വേര് ചന്ദനം ചേർത്തുപയോഗിക്കുന്നത് തലച്ചോറിന് കുളിർമയും ശാന്തതയും നൽകും. ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.